മോൻസൺ മാവുങ്കൽ മുഖ്യപ്രതിയായ സാമ്പത്തിക തട്ടിപ്പ് കേസിൽ കെപിസിസി അധ്യക്ഷൻ കെ സുധാകരന് ഹൈക്കോടതിയുടെ ഇടക്കാല മുൻകൂർ ജാമ്യം. സുധാകരൻ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുൻപിൽ ഹാജരാകണം. അറസ്റ്റുണ്ടായാൽ ജാമ്യം അനുവദിക്കണമെന്നും ജസ്റ്റിസ് സിയാദ് റഹ്മാന്റെ ഉത്തരവിൽ പറയുന്നു. ചെയ്യലിന് ഹാജരാകാനാണ് ക്രൈംബ്രാഞ്ച് കെ സുധാകരന് നോട്ടീസ് നൽകിയിരിക്കുന്നത്. ഇതോടെയാണ് സുധാകരൻ മുൻകൂർ ജാമ്യത്തിനായി ഹൈക്കോടതിയെ സമീപിച്ചത്. അറസ്റ്റുണ്ടായാൽ 50,000 രൂപയുടെ ബോണ്ടിലും അതേ തുകയ്ക്ക് 2 പേരുടെ ഉറപ്പിലും ജാമ്യം അനുവദിക്കാനാണ് ജസ്റ്റിസ് സിയാദ് റഹ്മാൻ ഉത്തരവിട്ടിരിക്കുന്നത്. മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കവേ ഉന്നത ഉദ്യോഗസ്ഥൻ മോൺസണൊപ്പമുള്ള ചിത്രങ്ങളും സുധാകരൻ കോടതിക്ക് കൈമാറി. DGP അനിൽകാന്ത്, മുൻ DGP ലോക്നാഥ് ബെഹ്റ, ADGP മനോജ് എബ്രഹാം എന്നിവർ മോൺസൺ മാവുങ്കലുമൊത്തുള്ള ചിത്രങ്ങളാണ് സുധാകരൻ കോടതിയിൽ സമർപ്പിച്ചത്. ഇവർ മോൺസന്റെ വീട്ടിലെ സ്ഥിരം സന്ദർശകരായിരുന്നുവെന്ന് സുധാകരൻ കോടതിയെ അറിയിച്ചു. താൻ നിരപരാധിയാണെന്നും രാഷ്ട്രീയ പ്രേരിതമായാണ് കേസ് രജിസ്റ്റർ ചെയ്തതെന്നും ചൂണ്ടിക്കാട്ടിയാണ് സുധാകരൻ കോടതിയെ സമീപിച്ചത്. മോൺസന്റെ തട്ടിപ്പിനിരയായ പരാതിക്കാർ നൽകിയ ശബ്ദ സന്ദേശങ്ങളും രേഖകളും അന്വേഷണ സംഘം ശാസ്ത്രീയമായ പരിശോധനകൾക്ക് വിധേയമാക്കി തെളിവായി സ്വീകരിച്ചിട്ടുണ്ട്. സുധാകരനെ ചോദ്യം ചെയ്യുന്നതിന് മുന്നോടിയായി കേസിലെ 1-ാം പ്രതി മോൺസൺ മാവുങ്കലിന്റെ മൊഴി വിയൂർ ജയിലിലെത്തിയ അന്വേഷണ ഉദ്യോഗസ്ഥൻ DYSP YR റസ്റ്റം രേഖപ്പെടുത്തിയിരുന്നു. കേരള വിഷൻ ന്യൂസ്, കൊച്ചി.